ഹലോ, വിനോദിന്റെ വൈഫല്ലേ? അതെ. വിനോദ് ഓഫീസിൽ വെച്ചൊന്ന് കുഴഞ്ഞു വീണായിരുന്നു. ചേട്ടാ, ഞങ്ങള് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടായിരുന്നു, പക്ഷെ ആളെ രക്ഷിക്കാൻ പറ്റിയില്ല. ഹലോ ഹലോ മേഡം. മക്കളകത്ത് പോയി കളിച്ചോ. പിള്ളേരെന്തിയെ? അകത്ത് കളിക്കുക. എന്താ നിന്റെ തീരുമാനം? വിനോദ് മരിച്ചിട്ട് 6 മാസമായി. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അമ്മാവ. നിന്റെയും നിന്റെ പിള്ളേരുടെയും ഭാരതി ഏറ്റെടുക്കേണ്ട കാര്യം ഇപ്പം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ കാരണവന്മാരായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, നിന്റെ കല്യാണം നടത്താൻ. ആരായിട്ട്? നീ നമ്മുടെ അമ്മായിയുടെ വീടിന്റെ കിഴക്കുവശത്തുള്ള സുധീഷിനെ അറിയില്ലേ? നല്ല പയ്യനാ. അവനിപ്പം സൗദിയിലോ മറ്റോ. സുധീഷിന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞല്ലേ? അതിപ്പോ ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ. ഇതാ സുധീഷിന്റെ കെട്ടിയോൾ അവനെന്തോ അടിച്ചെന്നോ മറ്റോ പറഞ്ഞൊരു കള്ളക്കേസ് കൊടുത്തു വന്ന. ചെറുപ്പം തൊട്ട് ഞാൻ എടുത്തോണ്ട് വന്ന ഇറങ്ങനാ. നല്ല പയ്യനാ. നീ അങ്ങ് വന്ന് നിന്ന് തന്നാ മതി. അമ്മാവ, വിനോദ് മരിച്ചിട്ട് 6 മാസമായിട്ടുള്ളൂ. എന്റെ മക്കളുടെ ജീവിതത്തിലെ തീരുമാനം ഞങ്ങൾ എടുത്തോളാം, അമ്മാവൻ എടുക്കണ്ട. എന്തെടുക്കാണോ നീ പറയുന്നേ? കൈ 10 പൈസ ഇല്ലാതെ തെണ്ടി തിരിഞ്ഞ് എന്നെ മുന്നിൽ വരും നീ. ഇതുപോലെ ഒരുത്തിയും കാരണവന്മാരുടെ മുന്നിൽ ഇതുവരെ വർത്താനം പറഞ്ഞിട്ടില്ല. അവനോട് അന്നേ പറഞ്ഞതാ, നശിച്ച കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടരുതെന്ന്. ഞാനും എന്റെ മക്കളും ആരുടെ മുന്നിൽ കൈ നീട്ടാൻ വരില്ല. ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ടാ വിനോദ് പോയത്. എന്നാ ചെയ്ത് വെച്ചോന്നാ? അല്ല 1-2 ലക്ഷത്തിന് ഡെപ്പോസിറ്റ് കാണും അല്ലേ? അല്ല, 2 കോടി. എത്ര? 2 കോടി. 2 കോടിക്ക് പോകാൻ എന്താ ചെയ്തു വെച്ചേ? മാസം 400 മുതൽ 500 രൂപ വെച്ച് അടയ്ക്കുന്ന 1 മുതൽ 2 കോടി വരെ കവറേജ് കിട്ടുന്ന ടൈം ഇൻഷുറൻസിൽ വിനോദ് ചേർന്നിട്ടുണ്ടായിരുന്നു. ഓ, അവൻ വിദേശത്തായിരുന്നു കൊണ്ടായിരിക്കും അല്ലേ? അല്ല മാവ, പ്രവാസികൾക്ക് പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാളും 30 മുതൽ 50% വരെ വിലക്കുറവിൽ ടൈം ഇൻഷുറൻസ് നാട്ടിൽ നിന്ന് തന്നെ എടുക്കാം. കൂടുതൽ വിവരങ്ങൾ എന്റെ ബയോയിലെ ലിങ്കിലുണ്ട്. അവിടെ നമുക്ക് ഇന്ത്യയിലെ ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളെ താരതമ്യം ചെയ്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം ഇൻഷുറൻസ് നോക്കി ചൂസ് ചെയ്യാം. അമ്മ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ടോ? ഇല്ല. എടുത്തു വെക്കുന്നത് നല്ലതാ, അല്ലെങ്കിലേ ഇതുപോലെ കുടുംബക്കാരുടെ വായിന്ന് കുത്തുവാക്ക് അമ്മായി ഇരുന്ന് കേൾക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാ ഇന്ന് അമ്മായി കൂടെ വരായിരുന്ന പേരക്കുട്ടികളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. ഞാനാ പറഞ്ഞേ, ചൂടൊക്കെ അല്ലേ. ഒരു 20 ലക്ഷം രൂപ എടുക്കാനുണ്ടാവും. വീടിന്റെ പണി കണക്കുമല്ലേ. അമ്മോനുണ്ടാവുമ്പോ തരാം. അമ്മാവന് വന്ന വഴി അറിയാവോ? പോകുമ്പോ കണ്ണാടിയും കൂടെ എടുത്തു.